ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ പോകാൻ പോകുന്നത് ഇവിടുത്തെ കോൺവെന്റിലേക്കാണ്. കോൺവെന്റിൽ നിന്ന് അവിടെ ഒരു സിസ്റ്ററിന് സുഖമില്ലാതെ കിടക്കുവാണ്. അവർ സിസ്റ്ററിനെ കൊണ്ട് ആശുപത്രി പോകണം പയ്യാവൂര്. അവിടേക്ക് പോകാൻ പോവാ. ഓക്കെ, ഇപ്പൊ ചെറിയൊരു അപകടം ഉണ്ടായിരുന്നേ. ഞാൻ വണ്ടി പുറകോട്ട് എടുത്തോണ്ട് വന്നതാണ്. അപ്പൊ എന്റെ തൊട്ട് പുറകിൽ ഒരു സ്കൂട്ടർ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സ്കൂട്ടറിനോട്ട് ഒറ്റ ഇടി, സ്കൂട്ടറിന്റെ ഒരു ഗ്ലാസ് പൊട്ടി. കറക്റ്റ് റോഡിന് നടുക്കൊണ്ട് വെച്ചിരിക്കുക. അങ്ങനെ കോൺവെന്റ് എത്താൻ പോകുന്നു. കോൺവെന്റ് ല്ലേ. ഈ എണ്ണ അടിക്കാൻ പോണ എണ്ണ എണ്ണയില്ല. പയ്യാവൂർ ടൗൺ ആണ്, പയ്യാവൂർ ടൗൺ. എന്തൊക്കെയുണ്ട് രാവിലെ തുടങ്ങിയ പരിപാടി? കുറച്ച് 100 രൂപ നോട്ടെ. 100? അതല്ലേ ഇത്ര ഉണ്ടാകും. ഒന്നുമില്ല രാവിലെ ഒന്നും പൈസ ഒന്നും വന്നില്ല. ഇത് നമ്മുടെ നാട്ടിൽ അത്യാവശ്യം ബേസിക് ട്രീറ്റ്മെൻ്റ് ഒക്കെ നടക്കുന്ന ഹോസ്പിറ്റലാണേ. ഇത് പയ്യാവിൻ്റെ ഒരു പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. പയ്യാവൂർ അങ്ങാടി എന്നാണ് പേര്. ഇപ്പോൾ സ്കൂൾ വരെ ഒന്ന് പോവാണ്, ഹൈസ്കൂള്. അവിടെ ഒരു കൊച്ചിന് സുഖമില്ല, കൊച്ചിനെ കൊണ്ട് ആശുപത്രിയിൽ പോകണം. അപ്പോൾ ഞങ്ങൾ ആശുപത്രി വന്നു. ആശുപത്രിയിൽ നിന്ന് മരുന്ന് മേടിച്ചും കണ്ട് ഇറങ്ങിയേ. ഇപ്പം നമ്മുടെ കൊച്ചിനെ വീട്ടിൽ കൊണ്ട് വിടാൻ പോവാണേ. പിന്നെ മരുന്ന് കഴിക്കണം കേട്ടോ. മരുന്ന് ഉണ്ടോ കയ്യിലില്ലേ? ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചാൽ അവിടെ. ആ കൊച്ച് ഒറ്റയ്ക്ക് വീട്ടിലുള്ളേ. ഇപ്പം എൻ്റെ ചാച്ചൻ എന്തോ വർക്കിന് വേണ്ടി, അവൻ്റെ ഫാദർ എന്തോ വർക്കിന് വേണ്ടിയിട്ട് ഇരുട്ടി വരാൻ പോയിരിക്കുക. അപ്പം പക്ഷേ ഇപ്പം വേഗം പോരുന്നുണ്ട്, തിരിച്ചു പോരുന്നുണ്ട്. അപ്പോൾ കൊച്ചിൻ്റെ വീട്ടിൽ ചോറൊക്കെ ഉണ്ടോയെന്ന് ഞാൻ ചോദിച്ചു. ചോറൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ പാർസൽ മേടിച്ച് കൊടുക്കാമെന്ന് ഓർത്തുണ്ടായിരുന്നേ. ദൈവാനുഗ്രഹത്താൽ അവന് ചോറ് വീട്ടിലുണ്ട്. പിന്നെ കുറച്ച് സ്നാക്സൊക്കെ കക്ഷി മേടിച്ചിട്ടുണ്ട്. ഇപ്പം എല്ലായിടത്തും പനിയുടെ സമയമല്ലേ, ഭയങ്കര പനിയാണെന്നല്ല. അപ്പം നമ്മൾ നേരെ സ്റ്റാൻഡിലേക്ക് തിരിച്ചു പോവാണേ. ഇപ്പം ഞാനൊരു ചേട്ടനെ കൊണ്ടുപോയി വിടാൻ വേണ്ടി, വീട്ടിൽ കൊണ്ടുപോയി വിടാൻ വേണ്ടി വന്നതാണേ. ഞാൻ അയാളുടെ വീഡിയോ എടുക്കാത്തതിന് കാരണം അയാൾ വിശന്നിട്ട് രക്ഷയില്ലാഞ്ഞിട്ട് അയാൾ ഇച്ചിരി ഭക്ഷണം മേടിച്ച് തരുമോ എന്ന് ചോദിച്ചേ. അങ്ങനെ ഭക്ഷണം മേടിച്ച് കൊടുത്ത് തിരിച്ചു കൊണ്ടുപോയി വിട്ടതാണ്. ഞാനിപ്പോൾ അയാളോട് പറയുന്നത് നിങ്ങൾക്ക് എന്ന് വിശന്നാലും വന്നാൽ മതി, കള്ള് മേടിച്ചു തരാൻ പറ്റിയല്ല, ഭക്ഷണം ഞാൻ മേടിച്ചു തരാൻ പോകുന്നുണ്ട്. അപ്പം അങ്ങനെ അയാൾ ഭയങ്കര സന്തോഷമായി പോയി. അയാളെ കൊണ്ടുവിടാൻ വേണ്ടി വന്ന ഈ കാണുന്നത്, ഇവിടെ കാണുന്നതുണ്ടല്ലോ തൊട്ട് മുമ്പിൽ, അത് ചന്ദ്രഞ്ഞാമ്പാറ പള്ളിയാണ്. പള്ളിയുടെ പുറകുവശമാണ്. ചെറിയൊരു മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേ. രാവിലെ ആശുപത്രി കൊണ്ടുപോയിട്ട് സിസ്റ്റേഴ്സിനെ കൊണ്ട് തിരിച്ച് ഞാൻ ഗവൺമെന്റിലേക്ക് പോവാം.
ഗവൺമെന്റിൽ കൊണ്ടുപോയി വിട്ടു കേട്ടോ, സിസ്റ്റേഴ്സിനെ അവിടെ കൊണ്ട് വിട്ടു. ഇനി ഒന്ന് വീട്ടിലൊക്കെ പോയി ചോറൊക്കെ കൊണ്ടിട്ട് പോവാം, നല്ല വിശപ്പുണ്ടേ. പോയി നോക്കാം എന്താ ഉള്ളേന്ന്. ഇവിടെ നിങ്ങൾ പോകുന്ന വഴിക്കുള്ള സീനറി അടിപൊളിയാണ് കേട്ടോ, ജസ്റ്റ് കണ്ടോളൂ. അടിപൊളി ലുക്കാണ്. ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് ഒരു നല്ല അടിപൊളി കുന്നുണ്ട്, നോക്കിക്ക്. അപ്പോൾ ഉച്ചയൂണ് കഴിഞ്ഞു, പോവാണേ, സ്റ്റാൻഡിലേക്ക് പോവാം. ഇപ്പോൾ ഇവിടെ പാടാങ്കാവിലുള്ള ഒരു വീട്ടിലേക്ക് ഒരു ഓട്ടം വിളിച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോവാണേ. അർജൻറ്റായിട്ട് ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത്, എന്താ കാര്യം എന്നറിയില്ല, വേഗം പോവാം. ചെറിയ റോഡാണ്, വീതി ഒട്ടുമില്ല. മോളിൽ കാണുന്ന വീട്ടിലാണ് വിളിച്ചത്. നിങ്ങൾ എവിടെ പോവാ? എവിടെ പോവാ? ആരുടെ? അതെയോ? അവർ ഞാൻ ഇവിടെ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് വിട്ടു, ബസ് കയറിപ്പോയി. ഒരു കൊച്ചിൻ്റെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് അവർ അർജൻറ്റായിട്ട് വന്നതായിരുന്നേ. ഇപ്പം ഞാനുള്ളത് ഇവിടുത്തെ ചന്ദ്രക്കാമ്പാറ UKG-യിലേക്ക് വന്നതാണ്. UKG-യിൽ 2 കുട്ടികളെ കിട്ടിയാണ്. കിട്ടിയാ ഉച്ചക്ക്? ആ, ഞാൻ വരുമ്പോൾ പുള്ളി വീട്ടിലുണ്ടാവും. അപ്പം അതിന് ചന്ദ്രക്കാമ്പാറ UP സ്കൂൾ. അതിൻ്റെ സൈഡിൻ്റെ പിടിച്ച് പോയി. അങ്ങനെ ഇവിടെ പറഞ്ഞു, അവിടെ വീതിയില്ലായിരുന്നല്ലേ? ഇന്നൊരു പ്രാവശ്യം പാന്തോട് പാലത്തിൻ്റെ എടുത്ത അതിൻ്റെ സൈഡ് സ്റ്റെപ്പ് ആ സൈഡിൽ പറഞ്ഞു, സൈഡ് പറഞ്ഞു. പിന്നെ ഏതായാലും കഴിയാറുന്നില്ല. ചെറിയ വണ്ടിയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. എൻ്റെ അമ്മ ഇതന്നെ കുടുംബം, വലിയ കുടുംബമാണല്ലോ, വലിയ കുടുംബം. നമ്മളിപ്പോൾ വേറൊരു വീട്ടിലേക്ക് ഗ്യാസ് കൊണ്ടുപോകാം, ഗ്യാസ് വണ്ടി കൊണ്ട് കൊടുക്കാൻ വേണ്ടി. എന്താ പൈസ? ഞാൻ ഈ പ്രദേശത്തേക്കാണ് വന്നത് കേട്ടോ. ഇവിടെ ഗ്യാസ് കുറ്റി കൊണ്ട് വെക്കാൻ വേണ്ടി വന്നത്, ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നു. ഈ വഴിക്കാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. റോഡ് തീരെ മോശം റോഡാണ്, അതുകൊണ്ട് അധികം വണ്ടികൾ ഇങ്ങോട്ട് വരികയെന്നാണ് ഈ കൊണ്ടുവന്ന ആൾ പറഞ്ഞത്. ഒരു കാലിക്കുറ്റി എടുക്കാൻ പോയിട്ടുണ്ട്. ഗ്യാസ് കുറ്റി കൊണ്ട് വരുന്നുണ്ട്. അടിപൊളി വെള്ളമാണ്, കുടിക്കാൻ കൊള്ളുന്ന വെള്ളം. ഇങ്ങനെ കുറ്റി ഇങ്ങനെ കിടത്തിയും കിട്ടും, ഉരുണ്ട് പോവുകയല്ലോ. നമ്മുടെ പോകുന്ന റോഡ് നോക്കും, വേറും പൊട്ടിപ്പോയി റോഡാണ്. ചില സ്ഥലത്താണ് പോകുന്നത്, നമ്മുടെ നടുവൊടിഞ്ഞ പോലത്തെ വേദനയാണ്, എടുത്ത് കുലുക്കി മറിക്കും. വൈകുന്നേരം ചെന്നിട്ട് കുഴമ്പ് തേച്ചിരട്ട കുളി കുളിക്കണം. വണ്ടി എടുത്തിട്ട് അടിക്കാം. വണ്ടി എന്നെ പ്രാഗം തന്നതാണ്.
എൻ്റെ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് തൽക്കാലത്തേക്ക് നിർത്താൻ പോവുകയാണ്. കാരണം സന്ധ്യ ആകാൻ പോവാണ്. ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വെളിച്ചത്തിൻ്റെ പ്രശ്നമുള്ളതാണേ. ഓക്കെ, ഞാനിനി കുറച്ച് നേരം അവിടെ ഓടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 8 മണിയാകുമ്പോഴേ വീട്ടിലോട്ട് കയറി പോകുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. എൻ്റെ പുതിയ ചാനലാണ്, 2-3 ദിവസമായുള്ളൂ ഈ ചാനലൊന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം നിങ്ങൾ മറ്റുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ വലിയ ഉപകാരമായിരുന്നു. അവരോടൊക്കെ എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനൊക്കെ ഒന്ന് പറയണം. ഓക്കെ, എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക്